Hello guys, I'm here the Hey Gamer. നമ്മൾ വന്നിരുന്നത് വേറെ ഒന്നുമില്ലല്ലോ. ഇന്ന് എന്തൊക്കെയാ വന്നു ഇനി പിന്നെ ഒരു കളി 50 കോയിൻ്റെ ഒരു കളി ഉണ്ടാവും, അതും കളിക്കും. ഇനി എന്തൊക്കെയാ വന്നതെന്നും കൂടി അറിയാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കണേ. പിന്നെ എന്തൊക്കെയാണെന്നോ നമുക്ക് ഒന്ന് കണ്ടിട്ടില്ല. അപ്പോൾ ലോഡിങ്ങിലാണ്, ഇത് വരാനൊക്കെ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും വരാൻ മുമ്പ് ഞങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാൻ പോവാണ്. ഇതിലോട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗൈസ് വന്നിട്ടുണ്ട്, ഇനി ബാക്കാന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാം. ഗൈസ് റൂഡ് വാനിസ്ട്രോയി, ഫ്രാൻസ് പുസ്കാസിൻ്റെ ഒക്കെ ആദ്യം വന്ന കാർ തന്നെയാണ്. പിന്നെ കാർലോസ് ടെവേസ്, ഫ്രാൻസ് റൂഡ് വാനിസ്ട്രോയി ആണ് വന്നിട്ടുള്ളത്. ഗൈസ് നല്ലൊരു പാക്ക് തന്നെയാണ്, കറക്കേണ്ടവരുണ്ടെങ്കിൽ കറക്കുക. ഫിനോമിനൽ ഫിനിഷിങ്ങും ബുള്ളറ്റ് ഹെഡറുമായി റൂഡ് വാനിസ്ട്രോയി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും 2 സ്കിൽ അവൈലബിൾ ആണ്. ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട്, ബുള്ളറ്റ് ഹെഡറും ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, സൈഡിൽ നിന്ന് ഒരു ക്രോസ് ഇട്ട് എടുത്താൽ മതി, കുത്തിയ ഗോൾ ഉറപ്പാണ്. ബുള്ളറ്റ് ഹെഡറും ആണ്, ഫിനോമിനൽ ഫിനിഷിങ്ങും ആണ്. അപ്പോൾ എന്തായാലും ഫിനിഷ് ആയിക്കോളും. പിന്നെ ബുസ്കാസിന് നോക്കുകയാണെങ്കിൽ ബ്ലിറ്റ്സ് കോളറും ലോ സ്ക്രീമറും ആണ്. പിന്നെ കാർലോസ് ടെവേസിന് മൊമെൻ്റം ഡ്രിബ്ലിങ്ങും നമ്മളെ വിൽ പവറുമാണ്. അപ്പോൾ ഇതിൽ ആരെ കിട്ടിയാലും പുള്ളി തന്നെയാണ്. അപ്പോൾ കിട്ടിയവരെ കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും പെനാൽറ്റി അടിക്കാം. അത് സ്വീകരണ വാച്ച് അല്ലെങ്കിൽ അതിനുള്ള വാച്ച് നമുക്ക് അപാരം എടുത്ത് കൊണ്ടുവരും കേട്ടോ. ഏത് നമ്മളെ ഇതല്ലേ എന്താ പറയുക, ആ ഡെയിലി ഗെയിം അതിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരേ ഒരാളല്ലേ ഉള്ളൂ ചിലർക്ക്. എനിക്കതിങ്ങനെ ഓർത്തിട്ട് വിഷമം കൂടാ. ഇപ്പോൾ കഴിഞ്ഞ ഡെയിലി ഗെയിം നിർത്തിയെന്നൊക്കെ ഡൗട്ട് വരിക. എന്താ അറിയില്ല, ഇനി 39-ാമത്തെ 40-ാമത്തെ അല്ലേ എനിക്കറിയാം. 39-ാമത്തെ ഗൈസ്. അതാണ് പെട്ടെന്നാവുണ്ട്. അതാണ് പ്രശ്നങ്ങളെല്ലാം കൂടുതലാണ് ഗൈസ്. നമുക്ക് എന്തായാലും 1000 ഇത് ഫസ്റ്റ് ക്വാളിഫയർ നമ്മൾ ഈ ഫുട്ബോളിൻ്റെ ഇത് ഓർമ്മ ഉണ്ടാകും എല്ലാവർക്കും. ടൂർണമെൻറ്റ് ചെക്ക് ചെയ്താൽ കാണാം. നമ്മൾ ഈ ഫസ്റ്റ് ഇതില്ലേ ക്വാളിഫയർ ആക്കിയവർക്ക് നമ്മൾ ഒരു ഈ ഫുട്ബോളിൻ്റെ വക 1000 ഈ ഫുട്ബോൾ എക്സ്ചേഞ്ച് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും വന്നോ ഗൈസ്, ഇതൊന്നും വന്നാണല്ലോ. എന്നിട്ട് ഇന്ന് എന്തായിട്ട് വന്നോണേ ഗൈസ്. വേറൊരു ബാഗും കൂടി ഇന്ന് തന്നെ കൊടുത്തിട്ട് കേട്ടോ. തുർക്കിയെ ഗൈസ്, ടെർക്കിൻ്റെ ഇതാണ്. പെനാ എൽഡിസ് ഉണ്ട്, അർദാ ഗുള്ളറുണ്ട്, എന്താ പറയുക ബെമനയിലുണ്ട്. മൊമെൻ്റം ഡ്രിബിളിങ്ങും ഉണ്ട്, ബ്ലിറ്റ്സ് കളറും ഉണ്ട് എൽഡിസിന്. അപ്പോൾ ഡ്രിബിൾ ചെയ്തിട്ട് ഒരു ബ്ലിറ്റ്സ് അടിച്ച ഗോൾ ഉറപ്പാണ്. ഫിനോമിനൽ പാസും ഉണ്ട്, ലോ സ്ക്രീമറുമാണ് അർദാ ഗുള്ളർ. പിന്നെ ഡ്യൂണറിന് സെൻറ്റർ ബാക്ക് ആയതുകൊണ്ട് ലോങ് റീച്ച് ടാക്കിളാണ് ഉള്ളത്. പിന്നെ വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതൊന്നും ഒന്നല്ലേ ഇന്ന് തന്നെ കുറച്ച് വന്നിട്ടുണ്ട്. ലിവർപൂളിൻ്റെ ക്ലബ് സെലക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ മാൻ സിറ്റി അർസണലിന് 2-0 പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കോമ്പോ നൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മാച്ച് കളിക്കണം, ആ മാച്ചിലോട്ട് തന്നെ പോവാം. അപ്പോൾ എനിക്ക് ഇത്ര കോയിനാവുന്ന അറിയുന്നവർക്കൊക്കെ
500 ആവട്ടോ, 500 കോയിൻ. 500 പിന്നെ പേടില്ല. കാരണം എന്ന് വെച്ചാൽ 500 പിന്നെ എനിക്ക് 200 ഇനിയൊരു 300 കറക്റ്റ് കിട്ടിയാൽ ഞാൻ ബെക്കംബോർ നടക്കട്ടോ, ഫ്രാൻസ് ബെക്കംബോർ. നമ്മളെ ടീം വെച്ചിട്ട് കളിക്കുന്നുണ്ട് അല്ലേ, ഒരു പുളി വിളിക്കും. കുറേ കാലം നമ്മുടെ ടീമൊക്കെ വെച്ചിട്ട് കളിച്ചിട്ട്. നമുക്ക് നേരം കളിയിലോട്ട് പോകാം. ഗൈസ് ആൾ വരുന്നില്ല കേട്ടോ, കുറേ നേരമായി. ഗൈസ് വന്നിട്ട് ആളുന്നുണ്ട്. ഇനി നമുക്ക് ആ ടീമും നമ്മളെ ടീമിൻ്റെ ഫോമൊക്കെ നോക്കി ആൾക്കാരൊക്കെ ഇറക്കണം. അതിന് ആൾക്കാർ വന്ന് ഗൈസ് ചെക്കൻ്റെ ടീം AC മിലാനോ 2393 ചിലപ്പോൾ മാറ്റി വെച്ചതാവും, പറയാൻ പറ്റില്ല. അതിപ്പോൾ കണ്ട് മനസ്സിലാവും. അത്രേ ഉള്ളൂ എന്നൊക്കെ. ഇവിടെ ആരാ നിൽക്കുന്നത്? സൂവാണ് ഗൈസ്. ഇപ്പോൾ കോർത്തോസിന് ഇറക്കുകയാണ്. കോർത്തോസ് അറിയാമല്ലോ, വേണ്ടപ്പോൾ നല്ല കളി നമുക്ക് തരുന്നതാണ്. നല്ല പെർഫോമൻസ് ഇടയ്ക്ക് തരുന്ന ആളും കൂടിയാണ് ഫോർലാൻ ബ്രാക്കി കൂടെ. ഇത് നല്ല ടീമാണ്. ഇല്ല വിയൊക്കെ കുറേ കാലമായി കഴിച്ച് ഇറങ്ങിയിട്ട്. ചെക്കൻ്റെ ടീം ഇതാണ്. എന്താ റൈറ്റ് മിഡിൽ ഫീൽഡിൽ കണ്ട് ക്രിസ്ത്യാനോ കളിച്ചിരിക്കുന്നത്. ടീം ഗൈസ് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കളിയിലോട്ട് പോകാം. ഗൈസ് നമ്മക്കാരുടെ വെച്ച് ഹസാർഡ്, ബെക്കാം, മാക്കലിസ്റ്റർ. ഗൈസ് മാക്കലിസ്റ്ററിൻ്റെയൊക്കെ മിസ്പാസ്സാണ്. പിന്നെ റൈക്കാർഡിന് റെഡ് കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ മാക്കലിസ്റ്ററിനെ അവിടെ ഇറക്കിയത്. അതിപ്പോൾ റൈക്കാർഡ് നമ്മൾ ഈ കളിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇറക്കും. മാക്കലിസ്റ്റർ പിന്നെ സബ്ബായാലും കിട്ടുള്ളൂ. ഗൈസ് ബോൾ പോയി. ചെക്കൻ ഈ കളിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ചില ആൾക്കാരുണ്ട് ഗൈസിൽ ഒറ്റ ടീമിൻ്റെ ഒരു വൻ കളിയാവും. അങ്ങനത്തെ ആളാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വൻ കളി കളിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ കളിയിൽ കണ്ടറിയാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇവരുടെ കൊണ്ട് ബ്ലിച്ച് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബാക്ക് വലിയടാ. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും ഒരു അറ്റാക്കിന് ചാൻസ് ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലിച്ച് ട്രൈ എന്താണ് നെയ്മറ ബ്ലിച്ച് ട്രൈ ചെയ്യാൻ കിട്ടിയ ചാൻസാണ്. ഒക്കെ മുതലാക്കണം, കിട്ടിയ ചാൻസ് മുതലാക്കുക പറയാൻ കിട്ടുന്നില്ലേ. അതാണ് ഇതൊക്കെ. മാക്കലിസ്റ്റർ ആർക്ക് കളി. ഗൈസ് ബോൾ പോയി. ഇനി ലാഗും ഉണ്ടാവും. ഓരൊക്കെ തന്നെ ബോളും കിട്ടാനും പോണില്ല കേട്ടോ. ഗൈസ് ഹുയ്സൺ ടൈമിങ്ങിന് ടാക്കിൾ ചെയ്തിരിക്കണ്. മാക്കലിസ്റ്റർ ഇറ്റ്സ് അറ്റാക്കിങ് ഫ്രം മീ അങ്ങനെ പറയാം. നെയ്മർ എടുക്ക് ഓട്. ക്ലിയർ ചെയ്തിട്ടും കേട്ടോ ഓപ്പണൻറ്റ്. എന്തൊക്കെ ആവുന്നു അള്ളാഹു ആല. ഗൈസ് അലക്സിസ് മാക്കലിസ്റ്റർ ബോൾ കിട്ടുന്നില്ല. ഞാൻ അവിടേക്കെല്ലാം എടുത്ത് ഹസാർഡിനാണ്. ഞാൻ ഹസാർഡാണ് വിചാരിച്ചിട്ടില്ല ഷൂട്ടൊക്കെ ഷൂട്ട് ചെയ്ത്. കയറപ്പോൾ ഇങ്ങനെ ആവുന്നു. ഗൈസ് നമുക്കടാ കോർണർ. നമുക്ക് വിയക്ക് കൊടുക്കാം. ഇതാണ് ഡേവിഡ് വിയ, അല്ലെങ്കിൽ അവൻ്റെ ബാക്കിലുണ്ട് വിയൊക്കെ ആവും. ഗൈസ് വിയ കുത്ത്. പോസ്റ്റ് കുത്തേണ്ട സാനായിട്ട് ഒന്ന് അടിച്ചാ ഇല്ല. ഗൈസ് ബോൾ പോയി. ഇറ്റ്സ് എ കൗണ്ടർ അറ്റാക്ക് ഫ്രം ദൂർ. നെയ്മർ ലാമിയമാൽ. ഭാഗ്യം. ഗൈസ് ബോൾ പോയി. അല്ല ബോൾ നമ്മളേക്കലാണ്, പേടില്ല. ബെക്കാം രണ്ടാളെ ഇടയിൽ കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ നെയ്മർ ഇനി എടുക്കണം, ഡ്രിബിൾ ചെയ്യണം, പണികളാണ്. ഗൈസ് ബോൾ നമ്മളേക്കാൾ തന്നെ. നെയ്മർ ഒന്ന് നല്ല ക്രോസ് എടുക്ക്, കുത്ത് ഫോറിലാണ്. ബെക്കാം എന്ന് സിസർ കട്ട്. ഗൈസ് ഒരു കളിയിലാണോ ഗൈസ്, നമുക്ക് കഴിയുന്നില്ല. മാക്കലിസ്റ്റർ വെള്ളട്ടി. ഗൈസ് ധോൻ്റെ അറ്റാക്കിംഗ് ആണ്. ഗൈസ് ബോൾ പോയി. ഗൈസ് നമ്മളേക്കല്ല കേട്ടോ. ലാമിയമാലി ഇതൊരു ഗോളാ. ഇല്ല നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഗൈസ് ബോൾ കിട്ടണില്ലല്ലോ ഇപ്പോൾ. നമുക്ക് കിട്ടണില്ല എന്നാൽ എനിക്കും. ഗൈസ് ചെക്കൻ്റെ ഒരു അറ്റാക്കിംഗ് ഉണ്ട് റീസണ്. ബോൾ എടുക്കടാ. ക്ലിയർ ബോളിങ് പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലിയർ ചെയ്യാൻ ബോൾ കിട്ടണ്ടേ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി കോച്ചേ. ഇതെന്താ ഇവർ ചെയ്യണേ? ഷോർട്ടായിട്ട് അടിക്കണമില്ല. വിസിലടിക്കല്ലേ. ഈ ഒരു അറ്റാക്കിങ് കഴിഞ്ഞിട്ട് വിസിലടിച്ചോളി. ഹസാർഡ് ഒന്ന് ഫിനിഷ് ചെയ്താ.
ഹസാഡ് ഫിനിഷ് ചെയ്യേ. ഗൈസ് ഒന്നടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. ലാസ്റ്റ് മിനിറ്റ് 45+0 ആണ് ഏഡൻ ടൈം വന്നിരിക്കണേ. ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ തീർച്ചയായിട്ടും കേട്ടോ. നമ്മളൊക്കെ കളി കണ്ടാക്കും തല കയറി നിരങ്ങുക. അപ്പോൾ നോക്കാം ഗൈസ്, നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാം. ഗൈസ് ഓങ്കാട്ടോ ടച്ച് ഓങ്കാണ് ഇവിടെ കമവീങ്ക. ഓൻ്റെ ഒരു ഓന് മെല്ലെ കളിക്കണം. പാസ് അറ്റാക്ക് ചെയ്യാൻ കഴിയണില്ല എന്നല്ലോ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ പോയി ഷോട്ട് ചെയ്യണില്ല, ഷോട്ട് അടിക്കണില്ല. വേറെ എവിടേക്കെങ്കിലും പാസ് കൊടുക്കുക. ഗൈസ് നമുക്ക് കിട്ടിയതേനോ നമ്മൾ വീണ്ടും എടുത്ത് മാക്കലിസ്റ്ററെ ഒന്ന് ക്രോസ് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ. ഇതാ ഗൈസ് ഓൻ്റെ ഗോളാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല അറ്റാക്കിങ്ങിന് ഒരു ബുള്ളറ്റ് വന്നാൽ വേണമെങ്കിൽ ഗോളാവും. അടിമണ്ടേ ബുദ്ധിയില്ലല്ലേ, ഇപ്പോഴാണ് മനസ്സിലായത്. ആ റൊണാൾഡോനെ കൊണ്ട് ഒരു അടി അടിച്ച ഗോൾ ഉറപ്പാണ്. അങ്ങനത്തെ സാധനമാണ് ആക്കുക. അത് നല്ല കാടാണ് റൊണാൾഡോൻ്റെ ഒക്കെ പറയണ കാര്യം. കളിച്ചാറുണ്ട് അങ്ങനെ അറിയണം ഗൈസ്. ഹസാഡ് കൊടുക്കല്ല, ഓഫ് സൈഡ് ആവും. ഇല്ല വിയെ എന്നാ അടിച്ചോ ഗൈസ്. എന്ത് കളിയാണ് ഒരുമാതിരി മറ്റൊരു പരിപാടി എനിക്കല്ലേ ഗൈസ്. കിലിയൻ എംബാപ്പെ കാൻറ്റോണ ബോളിപ്പോൾ നമ്മളെ കൈക്കൊന്ന് പോയി മോനേടാ. ഗൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അറ്റാക്കിങ് ഫ്രം വി അല്ലെങ്കിൽ മീ മാക്കലിസ്റ്റർ. ഓ ഗൈസ് മാക്കലിസ്റ്റർ കാൻറ്റോണ. നമുക്കൊരു ത്രോയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ത്രോ നമ്മൾ എടുക്കട്ടെ. കാൻറ്റോണ. ഓ കാൻറ്റോണയൊക്കെ ബോൾ പോയി ഗൈസ്. ജുവാൻ ഫൊയ്ത്ത് ഓരോരോ അറ്റാക്കിങ് അല്ല, നമ്മൾ അറ്റാക്കിങ് ആണ് ഗൈസ്. നെയ്മർ ഒന്ന് എടുത്തടി അവിടെ ഇവിടെ വെച്ചിട്ടാടാ ഇങ്ങനെ കളിച്ചത്. ഇന്ന് ബാക്ക് വലിച്ചോ അതില്ല. ഓ ഗൈസ് സെക്കൻഡ് ഒരു അറ്റാക്കിങ് വന്നിട്ടുണ്ട്. നമ്മൾ ഭാഗ്യത്തിന് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ത്രോ പോയില്ല, ഞാൻ ത്രോ പോയി വിചാരിച്ചിട്ട് അടുക്കാൻ പോകുന്നത്. ഓ ഹുയ്സൺ ഇപ്പോൾ ബോളും കിട്ടുന്നില്ലല്ലോ ഗൈസ്. ഇറ്റ്സ് ത്രോയിൻ ഗൈസ്. ഭാഗമില്ല. സനേട്ടി, നെയ്മർ, ഹുയ്സൺ, മാക്കലിസ്റ്റർ. അന്ന് എടാ ഇതുവരെ ഒക്കെ ഗോൾ ഉറപ്പാണ്. ഉറപ്പ് തരാൻ അത്. ഓ കോർട്ടോയ്സ് കോർട്ടോയ്സിലാണ് നമ്മൾ കളി തോറ്റിന് കേട്ടോ. നല്ല ഓരടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു നമുക്ക്. കോർട്ടോയ്സ് തട്ടിയുണ്ട് ഒരേ ഒരു ഷോട്ടപ്പോൾ അടിച്ച് ഞാൻ കണ്ടില്ലേ ഗൈസ്. അത്രക്കും ഭയങ്കര പൊട്ടത്തിലാണ് അവൻ കളിച്ചത്. നെയ്മറിനെ കൊണ്ട് വിളിച്ച് ട്രൈ ചെയ്യാം. നെയ്മർ അവിടെ ഇരിക്കുക. 0 മിനിറ്റ് ആട്ടോ. ജയിച്ച് ഗൈസ് ജയിച്ച്. എനിക്ക് നെയ്മറാ മാൻ ഓഫ് ദി മാച്ച്. നെയ്മറാണല്ലോ സ്റ്റാർട്ട് കിട്ടും നോക്കാം. വി ബോൺ ഗൈസ് വി ബോൺ. എന്തൊക്കെ ആയിരുന്നു ഇതൊക്കെ നമുക്കുള്ള ഉള്ളു. നമ്മൾ ആദ്യം പറഞ്ഞു സ്റ്റാറ്റ്സ് ഒന്ന് കാണണം ഗൈസ്. ഒന്നിനല്ല ഓരോ ഷോട്ടൊക്കെ ഒന്ന് കാണാൻ. പൊസിഷൻ നോക്കണം. ഷോട്ട്സ് 2 ടീമിൽ 2 ഓട് 2 അടിച്ചിട്ടുള്ളൂ. ഞാൻ എടുക്കുക ഷോട്ട് ഓൺ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ നമുക്ക്. എനിക്ക് 2 ഉണ്ട്. കോർണർ കിക്ക് നമുക്കൊന്ന്, ഫ്രീ കിക്ക്, പാസസ് നമുക്കാണ്, സക്സസ്ഫുൾ പാസസും നമുക്കാണ്, ക്രോസസും നമുക്കാണ്, ഇൻ്റർസെപ്ഷൻസും നമുക്കാണ്, ടാക്കിൾസ് നമുക്കാണ്, സേവ്സ് നമുക്കാണ്. ഞാൻ സേവ് ചെയ്തില്ല. നമ്മൾ പ്രോസസ് ലാസ്റ്റ് സേവ് ചെയ്യുന്നില്ല ഗൈസ്. ഓ ഗൈസ് അങ്ങനെ 50 കോയിൻസ് നമ്മൾ നേടി. പിന്നെ മാച്ച് വി വോൺ 50 കോയിൻസ്. നമ്മൾ കിട്ടിയോടെ 50 കോയിൻസ് കിട്ടിയിട്ടാണ് 500 ആയി. അപ്പോൾ ഈ വരുന്ന തേഴ്സ്ഡേ നമുക്ക് 250 കിട്ടും, 600 ആവും. പിന്നെ സൺഡേ 657. പ്ലസ് ഈ വരുന്ന അടുത്ത മൺഡേ ഇതാ നമ്മൾ ഇവനെ വാങ്ങും കേട്ടോ. അടുത്ത മൺഡേ ഇതാ ഇത് നമ്മളെ സ്റ്റേഡിയത്തിലോട്ട് അറൈവ് ചെയ്യാനാണ്. ഞാൻ ലോങ് ബോൾ കൗണ്ടറും ലോങ് ബോൾ യൂസറും ഒന്നുമല്ല. എന്നാലും ഞാൻ എന്തിനാ അറിയുക അങ്ങനെ ഇതാ ഈ ഒരു സാധനം ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം 105 ആവും എന്നാണ് കേട്ട്. ഞാൻ എൻ്റെ ചെങ്ങാൻ്റെ സ്കോർ കാണിച്ചു തരാം. അവൻ്റെ ഇപ്പോൾ മാറിക്കോണോ അറിയില്ല, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോറി സ്കോറിലാണ് 100 ഇതാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റോയ്ക്കോ കണ്ടില്ല ഞങ്ങൾ 103 ആവണം. അത് ഓനെ കൊണ്ടാണ്. ഇന്ത്യയൊക്കെ സ്റ്റോയ്ക്കോ ഇല്ലാന്നല്ല നിങ്ങൾക്ക് വിചാരം.
എന്താ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കണ്ടോളി, ഇതിലുണ്ട് സ്ട്രൈക്ക്. കണ്ടോളി, കണ്ടില്ലേ? ചുമ്മാ സാധനം അത് സ്ട്രൈക്ക് വെക്കാം. ഒന്നും പറയാൻ ബെസ്റ്റാണ്. ഞാൻ എന്തായാലും ഇറക്കില്ല, ആവശ്യം വരുമ്പോൾ ഇറക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ സ്ട്രൈക്കോനെ യൂസ് ചെയ്യല്. പിന്നെ ബെക്കംബോർ വന്നാൽ പിന്നെ നമ്മൾ സ്ട്രൈക്ക് പോകും, ഫോർലാനൊക്കെ ഇതാവും. പിന്നെ നമ്മൾ റേറ്റിംഗ് സ്കോഡ് ബെക്കംബോർ ആവും, ഉപനമോരും ആവില്ല കോച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. നമ്മൾ പോവാണ്. ചാ.